യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അമ്മേ 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 വാതിൽ തുറക്കമ്മേ. അമ്മേ അമ്മേ പ്ലീസ് അമ്മേ വാതിൽ തുറക്കാൻ. വാതിൽ തുറക്കമ്മേ. അമ്മേ അമ്മേ വാതിലൊന്ന് തുറക്കാൻ. തുറന്നു വിടമേ. അമ്മേ അമ്മേ വാതിൽ തുറക്കാൻ. ആരാ മുറിയില്? അമ്മേ വാതിൽ തുറക്കമ്മേ. സൂര്യ ഇതുവരെ പോയില്ലേ? സൂര്യ സൂര്യ നിക്ക്, ഞാനൊന്ന് പറയട്ടെ. അച്ഛാ അച്ഛാ വാതിൽ തുറക്കച്ചാ. ദേവേട്ട വേണ്ട. സൂര്യ ഇല്ല, ഇവനെ ഞാൻ വിടില്ല. ഇവന്റെ കാശ് കൊണ്ട് ഭാവനയെ രക്ഷിക്കണ്ട. നീ ഇത്രക്ക് ദുഷ്ടയാണ്. മര്യാദക്ക് വഴിമാറ്. അവരെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞേക്ക്. അച്ഛാ വാതിൽ തുറക്കച്ചാ. ഇല്ലടാ, എന്നെ ധിക്കരിച്ചുകൊണ്ട് നീ അവളെ സഹായിക്കില്ല. വാതിൽ തുറക്കമ്മേ. ഇതവൾക്ക് ദൈവം കൊടുത്ത ശിക്ഷയാ. അവിടെ നിന്റെ സഹതാപമൊന്നും അവളോട് കാണിക്കണ്ട. വാതിൽ തുറക്കാൻ. മര്യാദക്ക് അവനെ തുറന്നോട്. ഇല്ല, എന്നെ കൊന്നാലും ഞാൻ തുറന്നു വിടില്ല. ഭാവൻ അവിടെ കിടന്ന് ചത്താലും ശരി, ഞാൻ ഇവനെ തുറന്നു വിടില്ല. മിണ്ടിപ്പോകരുത് നീ. ഒരു ജീവൻ വെച്ചിട്ടാണോ നീ പക വിട്ടനെ? എനിക്ക് പോലെ നിന്റെ മകന്റെ സന്തോഷ, അല്ലാതെ നിന്റെ നെറികട പകയും വൈരാഗ്യമല്ല. ക്ഷമിക്കൊരു അതിരുണ്ട്, പക്ഷെ നീ ആ അതിരും ഭേദിക്കാൻ നോക്കി. മാറങ്ങോട്ട്. സൂര്യ, അമ്മ ഇപ്പൊ കൊല്ലാൻ നോക്കിയത് ഭാവനയല്ല, എന്നെയാ. സൂര്യ, ഇവളോട് സംസാരിച്ചത് നീ സമയം കളയണ്ട. നീ പോവാൻ നോക്ക. നമ്മുടെ മോന്റെ നന്മയല്ല നിനക്ക് ആവശ്യം, മോന്റെ നാശ. നോക്കിക്കോ, ഭാവനക്ക് എന്തെങ്കിലും സംഭവിക്കട്ടെ, അപ്പൊ നിനക്ക് കാണാം നമ്മുടെ മോന്റെ യഥാർത്ഥ മുഖം. നീ ഇത്രമാത്രം അതപ്പതിച്ചു പോയത്. ഹലോ സർ, ഇത് ഞാനാ. സർ, എനിക്കൊരു ഉപകാരം ചെയ്യണം.
എന്റെ മോനൊരു ട്രാപ്പിൽ പെട്ടിരിക്കുക സർ. അവൻ അതിൽ നിന്നൊന്ന് രക്ഷിക്കണം. ഓക്കെ സർ, താങ്ക് യു സർ. മോനെ സൂര്യ, ഞാൻ നിന്റെ അമ്മയാണടാ. മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരമ്മ ഏതറ്റം വരെയും പോകും. കണ്ണറയെ കണ്ടു. അരുന്ധതിയായി എല്ലാത്തിനും കൂട്ടുനിന്നത്. ഇതില് ഗായത്രിയുടെ ഗായത്രിയാ പെരുങ്കള്ളി. അവള് പുറത്തു നിന്നിട്ടാ ഭാമയെ പറഞ്ഞയച്ചത്. ചോദിക്കാൻ ചെന്ന ശ്രീപ്രിയയോട് ഗായത്രി പറഞ്ഞ എന്താന്നറിയോ? ഭാമയെ ഞാനും ഏട്ടനും കൂടി കൊല്ലാൻ നോക്കിയെന്ന്. ഇല്ലമ്മേ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഗായത്രി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. അതെന്താ? അവൾ അത്രയ്ക്ക് പതിവ്രതയാണോ? ഭാവനെ രക്ഷിക്കാൻ വേണ്ടി ഇതല്ല ഇതിനപ്പുറം അവള് ചെയ്യും. ഭാമ എന്നോട് മാന്യമായിട്ട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ആഭരണം കൊടുക്കില്ലായിരുന്നോ? ഇത് ഞാനില്ലാത്ത നേരം നോക്കി ഭാമയെ വിളിച്ചു വരുത്തിയിട്ടാ ഇങ്ങനെ ചെയ്തത്. അരുന്ധതി ഇതും ചെയ്യും, ഇതിൽ അപ്പുറം ചെയ്യും. 2 പ്രാവശ്യം ഭരതനെ വിളിച്ച് സ്വന്തം മുറിയിൽ കഴിച്ചവളല്ലേ. അച്ഛനും മോനും ഇപ്പൊ ഒന്നും പറയാനില്ലേ? എന്തായാലും എനിക്ക് ഭാമയൊന്ന് കാണണം. എന്തിനാണ് ഇങ്ങനൊരു കള്ളക്കളി നടത്തിയെന്ന് അറിയണം. ചോദിക്കണം മോനെ, ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല. അബി വരട്ടെ. ഇതിന്റെ ഉള്ളിൽ എന്താ നടന്നെന്ന് വ്യക്തമാവണമെങ്കിൽ ഗായത്രിയും ഭാമയും അരുന്ധതിയും വേണം. എന്തായാലും അരുന്ധതിയോടൊപ്പം ഒന്നും ചോദിക്കണ്ട. ഭാവനയുടെ കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ട് മതി ഇനിയൊരു സംസാരം. ഗായത്രിയും ഭാമയും ഇങ്ങനെ ഒരു നെറുകേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും അറിയണല്ലോ. സത്യം പറഞ്ഞ എനിക്ക് ജീവിതം തന്നെ മടുത്തച്ച. ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് വിവാഹം കഴിച്ചെന്നുള്ള ഒരൊറ്റ തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അന്നു മുതൽ തുടങ്ങിയ തലവേദനയാ. ഒന്നു മാറി എത്ര പ്രശ്നങ്ങളാ ഭാമയുടെ പേരിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഭാമ ഈ വീട്ടിൽ വന്നതും അരുന്ധതിയോടൊപ്പം ചേർന്ന് ആഭരണം എടുത്തതും വീഡിയോ കണ്ടതുകൊണ്ട് ഞാൻ വിശ്വസിക്കാം. പക്ഷേ ഗായത്രി ആന്റി ഭാമയോടൊപ്പം വന്നതും ആഭരണങ്ങൾ കൊണ്ടുപോയതും ഞാൻ വിശ്വസിക്കില്ല അച്ഛാ. അത്രമാത്രം ആന്റി തരം താഴില്ല. മാത്രമല്ല, ഗായത്രി ആന്റിയെ ഈ ശ്രീപ്രിയ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതും എനിക്കറിയണം. അപ്പോ ഇപ്പോഴും നിനക്ക് ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമായിട്ടില്ലല്ലേ? ഇല്ലമ്മേ, ഭാമയെ കൊല്ലാൻ നോക്കിയ അനിയങ്ങൾ ഇവിടെ വന്നെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തോ ദുരൂഹതയുണ്ട്. സാരമില്ല, അത് ഞാൻ കണ്ടുപിടിച്ചോളാം. ഇതിന്റെ സത്യാവസ്ഥ ഉടനെ നമ്മൾ അറിയും അബി. ഇനിയൊരു സംസാരം വേണ്ട. നീ വാ. ആന്റി, ഇതിപ്പോ പ്രശ്നമാവോ? നീ ധൈര്യമായിട്ടിരിക്കും മോളെ. എനിക്കറിയാം ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. ഇവൾക്ക് ഒരു മാറ്റവും കാണുന്നില്ലല്ലോ. എന്തു പറ്റിയതോ? ഞാൻ പ്രതീക്ഷിച്ച ടൈമായിട്ടും പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടുമില്ല. അതോ കാറ്റ് പോയാ?